അതിനുവേണ്ടി മാപ്പിംഗ് ആയതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് സ്പേസ് വേണം. ഒന്ന് എക്സ് എന്ന് പറയുന്ന സ്പേസ്, രണ്ട് വൈ എന്ന് പറയുന്ന സ്പേസ്. ഈ രണ്ട് സ്പേസിലും രണ്ട് മെട്രിക് D1 ആൻഡ് D2. നമ്മുടെ മെട്രിക് സ്പേസസ് XD1 ഒരു സ്പേസ്, another space YD2. XD1 and YD2 be two metric spaces. നമുക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരു ഫിഗർ ഞാൻ വെറുതെ ഇങ്ങനെ അതിനകത്ത് വരച്ചിട്ടുണ്ട്. ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. XD1 and YD2 two metric spaces and F a mapping of X into Y. F a mapping of X into Y. ആദ്യത്തെ സ്പേസിലെ മെട്രിക് എന്ന് പറയുന്നത് D1, രണ്ടാമത്തെ സ്പേസിലെ D2. F a mapping of X into Y. Then F is said to be continuous at a point X0 in X. ഇതിപ്പോഴെയുള്ള ഈ സ്പേസിലുള്ള ഒരു പർട്ടിക്കുലർ പോയിന്റ് X0, ഈ പോയിന്റിലെ ഈ പറയുന്ന മാപ്പിംഗ് കണ്ടിന്യൂസ് ആകണമെങ്കിൽ രണ്ട് ഇക്വലന്റ് കണ്ടീഷൻസ് പറയുന്നുണ്ട്. രണ്ട് സെയിം ആണ്. നമ്മൾ സാധാരണ ഇവിടെ ഉപയോഗിക്കുന്നത് നമുക്ക് ഇതായിരിക്കും, രണ്ടാമത്തേതായിരിക്കും. ഇത് നിങ്ങൾ റിയലിൽ പഠിക്കുന്നതായിരിക്കും. ഫോർ ഈച്ച് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists a delta greater than 0 such that D1 Xx0 less than delta implies D2 Fx0 less than epsilon. അതിന് ഇക്വലന്റ് ആയിട്ടുള്ള അടുത്ത കണ്ടീഷനാണ്. അതാണ് നമുക്ക് കൂടുതൽ ഒന്ന് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. F is said to be continuous at a point X0. അപ്പൊ X0 എക്സിലെ ഒരു പോയിന്റ് ആണെങ്കിൽ ഇതിന്റെ F ഇമേജ് എന്ന് പറയുന്നത്, ഈ പോയിന്റിന്റെ F ഇമേജ് രണ്ടാമത്തെ സ്പേസിൽ വരും. F of X0 എന്ന് പറയുന്നത് ഇവിടെ വരും. X0ന്റെ ഇമേജ് ഈ Fx0 സെന്റർ ആക്കി ഇവിടെ ഒരു സ്ഫിയർ, Fx0 സെന്റർ ആക്കി ഒരു ഓപ്പൺ സ്ഫിയർ. ഈ സ്ഫിയറിനാണ് S epsilon Fx0. എന്താണ് ഇവിടെ പറഞ്ഞത്? ഫോർ ഈച്ച് ഓപ്പൺ സ്ഫിയർ S epsilon Fx0 സെന്റേർഡ് ഓൺ Fx0. അപ്പൊ F is said to be continuous at a point X0 എന്ന് പറയണമെങ്കിൽ X0ന്റെ ഇമേജ് രണ്ടാമത്തെ സ്പേസിലായിരിക്കും നിൽക്കുന്നത് Fx0. ആ Fx0 സെന്റർ ആക്കി ഏത് സ്ഫിയർ നമ്മൾ എടുത്താലും Fx0 സെന്റർ ആക്കി S epsilon Fx0 എന്ന് പറഞ്ഞ് എപ്സിലോണിന്റെ വാല്യൂ ഏത് വേണമെങ്കിലും ആകാം എടുത്താലും there exists an open sphere. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഒരു ഓപ്പൺ സ്ഫിയർ ഉണ്ടാകും. X0 സെന്റർ ആക്കി ഇതിനെ നമ്മൾ S ഡെൽറ്റ X0 എന്ന് വിളിക്കും. there exists an open sphere S ഡെൽറ്റ X0 centered on X0. ഈ സ്ഫിയറിന്റെ S ഡെൽറ്റ X0ന്റെ ഇമേജ് സ്ഫിയർ ഇവിടെ വരും. S ഡെൽറ്റ X0ന്റെ ഇമേജ് സ്ഫിയർ ഇത് F of S ഡെൽറ്റ X0 ഈ റെഡിൽ കാണിച്ചിരിക്കുന്നത് ഈ S ഡെൽറ്റ X0ന്റെ ഇമേജ്. അതിനെ ആ ഇമേജ് സ്ഫിയറിനെ S epsilon Fx0 കണ്ടെയ്ൻ ചെയ്തിരിക്കണം. there exists an open sphere S delta X0 centered on X0 such that image of the sphere F of S delta X0 is contained in S epsilon Fx0. അങ്ങനെ വരുമ്പോൾ നമ്മൾ പറയും ഈ മാപ്പിംഗ് ഫ്രം വൺ സ്പേസ് ഇൻടു അനദർ, അതായത് that is mapping from X to Y is continuous at the point X0 എന്ന് പറയും. അതിന്റെ ഫിഗർ ഞാൻ ഇവിടെ വരച്ചിരിക്കുന്നത്. ഇവിടെ X0, അതിന്റെ F ഇമേജ് ഇവിടെ വരുമ്പോ Fx0, X0 സെന്റർ ആക്കിയുള്ള സ്ഫിയർ S ഡെൽറ്റ X0, S ഡെൽറ്റ X0. ഇതിന്റെ ഇമേജ് സ്ഫിയർ F S ഡെൽറ്റ X0. ഇതിന്റെ ഇമേജ് സ്ഫിയർ ഇത് F S ഡെൽറ്റ X0. അതിനെ S epsilon Fx0 എന്ന് പറയുന്നത് Fx0 സെന്റർ ആക്കിയുള്ള സ്ഫിയർ കണ്ടെയ്ൻ ചെയ്യണം. ഏത് സ്ഫിയർ എടുത്താലും Fx0 സെന്റർ ആക്കി ഏത് സ്ഫിയർ നമ്മൾ എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് X0 സെന്റർ ആക്കി
എസ് ഡെൽറ്റ എക്സ് നോട്ട് എന്ന് പറയുന്ന ഒരു സ്ഫിയർ ഉണ്ടാവണം. അതിനെ അതായത് ഇമേജ് ഓഫ് എസ് ഡെൽറ്റ എക്സ് നോട്ട് ഈസ് കണ്ടെയ്ൻഡ് ഇൻ എസ് എപ്സിലോൺ എഫ് എക്സ് നോട്ട്. Then we say that the mapping f from x into y is continuous at the point x naught element of x എന്ന് പറയും. അപ്പൊ കണ്ടിന്യൂറ്റിയുടെ ഡെഫിനിഷൻ പഠിക്കുക. നിയർ തിയറം ഇതിനകത്ത് ആകെ 5 തിയറമേ ഉള്ളൂ. ആ 5 തിയറം അങ്ങ് ശരിക്കും പഠിക്കുക. ഏതെങ്കിലും 1-2 ഒക്കെ ചോദിക്കുന്നു. Let x and y be metric spaces and f a mapping of x into y, then f is continuous at x naught. If and only if xn converges to x naught implies fxn converges to fx naught. അപ്പൊ നിങ്ങൾ ഞാനിപ്പോ ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് ചെറിയ രീതിയിൽ ഒരു ഫിഗർ ഒക്കെ വരയ്ക്കുക. അതൊക്കെ നിങ്ങൾ അവിടെ കാണാൻ എഴുതിയിടുകയാണെങ്കിൽ എന്ന് വരച്ചിടുകയാണെങ്കിൽ നിങ്ങൾ പിന്നെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. X and y be metric spaces. F a mapping of x into y, then f is said to be continuous at x naught if and only if xn converges to x naught implies fxn. ഈ സീക്വൻസിന്റെ ഇമേജ് സീക്വൻസ് ആണ് fxn എന്ന് പറയുന്നത്. fxn. അപ്പൊ if and only if ആയതുകൊണ്ട് ഫസ്റ്റ് പാർട്ട് we assume that f is continuous at x naught. കണ്ടിന്യൂസ് അറ്റ് എക്സ് നോട്ട് എന്ന് നമ്മൾ സപ്പോസ് ചെയ്യുമ്പോൾ നമുക്ക് ഉള്ള ഒരു കാര്യമാണ് എഫ് ഓഫ് എസ് ഡെൽറ്റ എക്സ് നോട്ട് ഈസ് കണ്ടെയ്ൻഡ് ഇൻ എസ് എപ്സിലോൺ എഫ് എക്സ് നോട്ട്. ഇഫ് എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് നോട്ട് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓർക്കേണ്ട ഇതാണ്. there is an open sphere centered at fx naught s epsilon fx naught such that the open sphere with the center at x naught and radius delta, its image f of s delta x naught is contained in continuity. അപ്പം അത് നമ്മൾ അസ്യൂം ചെയ്ത് വെച്ചിട്ടുണ്ട്. വി ഫസ്റ്റ് അസ്യൂം ദാറ്റ് f is continuous at x naught. ഇനി എന്താണ് xn converges to x naught implies fxn converges to x naught. So if xn is a sequence in x such that xn converges to x naught, we must show that the image sequence fxn converges to fx naught. അതാണ് പ്രൂവ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ എഴുതിയ ഐഡന്റിറ്റി ഇവിടെ ഇനി പറയാൻ പോകുന്നേ ഉള്ളൂ. കണ്ടിന്യൂറ്റിയുടെ സംഭവം പറയാൻ പോകുന്നേ ഉള്ളൂ. ഞാൻ നേരത്തെ അങ്ങ് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ഇതാണ് ഇനി പറയാൻ പോകുന്നത്. S epsilon fx naught be an open sphere centered on fx naught. ഇതൊന്നും ക്ലിയർ അല്ലെങ്കിൽ എഴുതിയിരുന്നു അവിടെ. S epsilon fx naught be an open sphere centered on fx naught. By our assumption എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂറ്റി, there exists an open sphere centered on x naught sister. ഇവിടെ വന്ന് എഴുതി കണ്ടിന്യൂറ്റിയുടെ ഡെഫിനിഷൻ. f of s delta x naught is contained in s epsilon fx naught. അപ്പം കണ്ടിന്യൂസ് ആണെന്ന് എക്സ് നോട്ടില് എഫ് കണ്ടിന്യൂസ് ആണെന്ന് അസ്യൂം ചെയ്തതിന്റെ റിസൾട്ട് ആണ് ഇത്. ഇനി നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത് എക്സ് എൻ കൺവേർജസ് ടു എക്സ് നോട്ട്, പ്രൂവ് ചെയ്യേണ്ടത് എഫ് എക്സ് എൻ കൺവേർജസ് ടു എഫ് എക്സ് നോട്ട്. ഇനി എക്സ് എൻ കൺവേർജസ് ടു എക്സ് നോട്ട് എന്ന് അസ്യൂം ചെയ്തിട്ടുണ്ട്. സോ ഓൾ എക്സ് എൻസ് ഫ്രം സം പ്ലേസ് ഓൺ ലൈൻ എഫ് ഡെൽറ്റ എക്സ് നോട്ട്. ഇവിടെ ഇങ്ങനെ ഒരു സീക്വൻസ് ഉണ്ട്. xn converges to x naught. അപ്പം x1 x2 x3 x4 xy ഇങ്ങനെ ഇങ്ങോട്ട് വന്നിട്ട് ഈ സീക്വൻസ് എക്സ് നോട്ടിലേക്ക് കൺവേർജ് ചെയ്യും. അപ്പൊ കൺവേർജൻസിന്റെ ഡെഫിനേഷൻ പറഞ്ഞപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഒന്നുകൂടെ പറയാം. the sequence 1/n that is equal to 1, 1/2, 1/3, 1/4 etc. This sequence converges to 0, converges to the limit 0. എന്തുകൊണ്ടാണ്? 0 സെന്റർ ആക്കി നമ്മൾ ഏത് സ്ഫിയർ ഫോം ചെയ്താലും ആ സ്ഫിയറിലാണ് സീക്വൻസിലെ ഇൻഫിനിറ്റ്ലി മെനി എലമെന്റ്സ് ലൈ ചെയ്യുന്നത്. ഈ സ്ഫിയറിനകത്തായിരിക്കും സീക്വൻസിലെ ഇൻഫിനിറ്റ്ലി മെനി എലമെന്റ്സ് കിടക്കുന്നത്. ഒരു ഫൈനൈറ്റ് നമ്പർ
കൺവേർജൻസ് സീക്വൻസിന്റെ ലിമിറ്റ് സെന്റർ ആക്കി ഏത് സ്ഫിയർ എടുത്താലും ആ സ്ഫിയറിനകത്താണ് സീക്വൻസിലെ ഇൻഫിനിറ്റിലി മിനി എലമെന്റ്സ് കിടക്കുന്നത്. അപ്പൊ ഇവിടെ xn converges to x0. xn converges to x0. So all xn's from some place on lie in s delta x0. ഫിഗറിൽ അത് കാണാം. ഈ സീക്വൻസിലെ 1, 2, 3, 4, 5 ഒരു 5 എലമെന്റ്സ് ഈ എലമെന്റ്സ് ഈ x0 സെന്റർ ആക്കിയുള്ള സ്ഫിയർ എസ് ഡെൽറ്റ x0-നകത്താണ് കിടക്കുന്നത്. ഇനി ഈ സ്ഫിയറിന്റെ കണ്ടിന്യൂറ്റിയുടെ ഡെഫിനിഷൻ വെച്ചിട്ട് image of the sphere S delta x0 is contained in S epsilon fx0. Image of the sphere f of S delta x0 is contained in any box. Image of the sphere is contained in S epsilon fx0. അതുകൊണ്ട് തന്നെ ഈ ഇമേജ് സീക്വൻസ് എന്ന് പറയുമ്പോൾ എന്ത് വരും? ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ fx1 fx2 fx3 എക്സെട്ര പിന്നെ ഇങ്ങോട്ട് വന്നിട്ട് ഇൻഫിനിറ്റിലി മെനി എലമെന്റ്സ് ഈ വലിയ സ്ഫിയറിനകത്ത് കിടക്കുന്നത് എസ് എപ്സിലോൺ fx0-നകത്ത്. ഓൾ xn's ഫ്രം സം പ്ലേസ് ഓൺ ലൈ ഇൻ എസ് ഡെൽറ്റ x0. കണ്ടിന്യൂറ്റി വെച്ചിട്ട് എസ് ഡെൽറ്റ x0-ന്റെ ഇമേജ് എസ് എപ്സിലോൺ fx0-നകത്ത് വരുന്നു. അതുകൊണ്ട് ഓൾ fxn's ഫ്രം സം പ്ലേസ് ഓൺ ലൈ ഇൻ എസ് എപ്സിലോൺ fx0. ഈ ഇമേജ് സീക്വൻസിലെ ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് മാത്രമേ വെളിയിൽ ഉണ്ടാകത്തുള്ളൂ. ആ ഇമേജ് സീക്വൻസിലെ ഇൻഫിനിറ്റിലി മെനി എലമെന്റ്സ് ഈ സ്ഫിയറിനകത്താണ് വരുന്നത്. അതിന്റെ മീനിങ് ഇമേജ് സീക്വൻസ് കൺവേർജസ് ടു fx0 എന്നാണ്. fxn കൺവേർജസ് ടു fx0. മനസ്സിലായോ? ഹലോ, എല്ലാരും വന്നിട്ടില്ലല്ലോ. 5, 6, 7, 8, 9, 10 പേര്. ഇനി അടുത്ത പാർട്ട്. അപ്പൊ നിങ്ങൾ ആ ഫിഗർ ഒക്കെ ഇതുപോലെ എവിടെ കാണാൻ വരച്ചു വെച്ചാൽ പിന്നെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഞാൻ ഇതിനകത്ത് ഫിഗർ വരച്ചില്ല, ഇങ്ങനെ എവിടെ കാണാമെന്ന് വരച്ചു വെച്ചാല് ഇത് റഫായിട്ട് ഞാൻ ബോർഡേൽ വരയ്ക്കുന്നതാണ്. പക്ഷെ നോട്ടിനകത്ത് വരച്ച ശരിയാവത്തില്ല, അതുകൊണ്ടാണ് ഞാനത് വരയ്ക്കാത്തത്. ഇനി അടുത്ത പാർട്ട്, to prove the other of our theorem, that is to show that xn converges to x0 implies fxn converges to x0. ഇതാണ് അസ്യൂം ചെയ്യുന്നത്. We assume that xn converges to x0. xn എന്ന് പറയുന്ന സീക്വൻസ് x0-ലേക്ക് കൺവേർജ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഇമേജ് സീക്വൻസ് fxn converges to fx0 implies f is continuous at. അങ്ങനെയാണെങ്കിൽ f is continuous at x0 ആയിരിക്കും. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ അതിന്റെ കോൺട്രാപോസിറ്റീവ് മെത്തേഡാണ് അസ്യൂം ചെയ്തത്. കോൺട്രാപോസിറ്റീവ് എന്ന് പറഞ്ഞാൽ p implies q-ന്റെ കോൺട്രാപോസിറ്റീവ് എന്ന് പറഞ്ഞാൽ നെഗേഷൻ ഓഫ് q implies നെഗേഷൻ ഓഫ് p. ഇതാണ് കോൺട്രാപോസിറ്റീവ്. ഇവിടെ direct statement to prove the other half of the theorem, that is to show that xn converges to x0 implies fxn converges to fx0 implies f is continuous at x0. ഇപ്പൊ കോൺട്രാപോസിറ്റീവ് വരുമ്പോൾ if f is not continuous at x0, അതാണ് കോൺട്രാപോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്. if f is not continuous at x0, then xn converges to x0 does not imply fxn converges to fx0. അങ്ങനെ വരും കോൺട്രാപോസിറ്റീവ് നമ്മൾ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ നോക്കുക, we assume that f is not continuous at x0 and we show that there is a sequence xn in x such that xn converges to x0 does not imply fxn converges to fx0. ഇനി f കണ്ടിന്യൂസ് അല്ല എങ്കിൽ, f is not continuous at x0, ഈ inclusion satisfy ചെയ്തില്ല. if f is not continuous at x0, f of s delta x0 is not contained in s epsilon fx. അതിവിടെ എഴുതിയിട്ടില്ല. since f is not continuous at x0, there exists an open sphere s epsilon fx0 such that
It is not possible to find an open sphere S delta x naught centered on x naught such that f of S delta x naught is contained in S epsilon fx. Not possible എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇവിടെ ഈ ഇൻക്ലൂഷൻ കിടക്കുമ്പോൾ കണ്ടെയ്ൻ ചെയ്യണമെന്ന് നിങ്ങൾ ധരിക്കരുത്. അതിന് പകരം അതാണ് ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്നത്, നോട്ട് കണ്ടെയ്ൻഡ് ഇൻ എസ് എപ്സിലോൺ എഫ് എക്സ് നോട്ട്. ഇത് നോട്ട് കണ്ടിന്യൂസിന്റെ റിസൾട്ട് ആണ്. അപ്പൊ ഇതിങ്ങനെ എക്സ് നോട്ടിൽ കണ്ടിന്യൂസ് അല്ല മാർക്കിംഗ്. ഇനി എന്താണ്? കൺസിഡർ ദ സീക്വൻസ് ഓഫ് ഓപ്പൺ സ്പിയേഴ്സ് S1 x naught, S1/2 x naught, S1/3 x naught, etc. S1/n x naught. ഇങ്ങനെ കുറെ ഓപ്പൺ സ്പിയേഴ്സ് കൺസിഡർ ചെയ്യാം. ദെൻ ഈ ഇൻക്ലൂഷൻ സാറ്റിസ്ഫൈ ചെയ്യാത്തത് കൊണ്ട് ഇതിന്റെയൊക്കെ ഇമേജ് സ്പിയേഴ്സ്, ഇപ്പൊ നമ്മൾ കൺസിഡർ ചെയ്ത സ്പിയേഴ്സ് ഉണ്ട്, കുറെ സീക്വൻസ് ഓഫ് ഓപ്പൺ സ്പിയേഴ്സ് S1 x naught, S1/2 x naught, S1/3 x naught, etc. S1/n x naught, etc. ഇനി ഈ ഇൻക്ലൂഷൻ സാറ്റിസ്ഫൈ ചെയ്യാത്തത് കൊണ്ട് ഇതിന്റെ ഇമേജ് സ്പിയർ എടുത്താൽ ഈ പറയുന്ന ഇമേജ് സ്പിയേഴ്സ്, അതായത് എഫ് ഓഫ് S1 x naught അത് ഇതിനകത്ത് വരത്തില്ല. എസ് എപ്സിലോൺ എഫ് എക്സ് നോട്ടിനകത്ത് കണ്ടെയ്ൻ ചെയ്യത്തില്ല. എഫ് ഓഫ് S1/2 x naught എടുത്താലും അത് എസ് എപ്സിലോൺ എഫ് എക്സ് നോട്ടിനകത്ത് വരില്ല. ഇതിങ്ങനെ പോകും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സീക്വൻസ് ഓഫ് ഓപ്പൺ സ്പിയേഴ്സ് ഇതൊന്നും ഈ സ്പിയറിനകത്ത് വരത്തില്ല. Then it is possible to obtain a sequence xn such that, അപ്പം ഈ പറയുന്ന S1 x naught, S1/2 x naught, S1/n x naught അതിനകത്ത് നമുക്കൊരു സീക്വൻസ് ഫോം ചെയ്യാം. അങ്ങനെ ഒരു സീക്വൻസ് ഫോം ചെയ്താൽ ആ സീക്വൻസ് ഇവിടെ കൺവേർജന്റ് ആണ്. ഫസ്റ്റ് സ്പേസിൽ ആ സീക്വൻസ് എക്സ് നോട്ടിലേക്ക് കൺവേർജ് ചെയ്യും. പക്ഷേ സെക്കൻഡ് സ്പേസിൽ വരുമ്പോൾ അതിന്റെ ഇമേജ് സീക്വൻസ് കൺവേർജന്റ് അല്ല. എന്തുകൊണ്ടെന്നാൽ ഇതുകൊണ്ടാണ് അതിന്റെ റീസൺ എന്ന് പറയുന്നത്. മനസ്സിലായോ? അത്രേ ഉള്ളൂ. അതിന്റെ പ്രൂഫ് തീർന്നു. Then it is possible to obtain a sequence xn as the xn element of 1/n x naught and fxn not element of. It is clear that xn converges to x naught and that fxn does not converge to fx naught. ഇത് സ്ഥിരം ചോദിക്കുന്നതാണ്, ഇത് പഠിച്ചോണം. ഇനി അടുത്ത ഡെഫിനിഷൻ. ഇപ്പൊ നമ്മള് മെട്രിക് സ്പേസ് അതിലെ ഒരു പോയിന്റിലെ കണ്ടിന്യൂറ്റിയാണ് പറഞ്ഞത്. xd1 yd2 metric spaces and f a mapping of x into y, then f is said to be continuous at a particular point x naught element of x എന്നാണ്. ഇനി അത് എൻറ്റയർ സ്പേസിൽ നമ്മൾ പറയുകയാണ്. ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിലല്ല, എൻറ്റയർ സ്പേസിലെ കണ്ടിന്യൂറ്റി എന്താണെന്നുള്ളത്. A mapping of one metric space into another is said to be continuous if it is continuous at each point in its domain. നമ്മളിപ്പോ ഈ എക്സ് നോട്ടിന് പറഞ്ഞ ഈ കണ്ടീഷൻ ഉണ്ടല്ലോ, അതായത് എഫ് ഓഫ് എസ് ഡെൽറ്റ എക്സ് നോട്ട് ഈസ് കണ്ടെയ്ൻഡ് ഇൻ എസ് എപ്സിലോൺ എഫ് എക്സ് നോട്ട്. ഇത് ഈ ഡൊമൈനിലെ ഏതൊരു പോയിന്റ് എടുത്താലും അതിനെല്ലാം ഈ പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഓരോ പോയിന്റിലും ഡൊമൈനിലെ എല്ലാ പോയിന്റിലും അത് കണ്ടിന്യൂസ് ആണെങ്കിൽ, then we say that the mapping f of x into y, lay one metric space into another, is said to be continuous. Particular point കഴിഞ്ഞു, പിന്നെ entire സ്പേസിലാണ് mapping of one metric space into another is said to be continuous if it is continuous at each point in its domain. അതുകൊണ്ട് തന്നെ നമ്മൾ മോളിൽ പറഞ്ഞ തിയറം ഒന്നുകൂടെ റീറൈറ്റ് ചെയ്യാം. ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് പറയണ്ട, x and y be metric spaces and f a mapping of x into y, then f is continuous. ഇത് വേണ്ട, ഈ x നോട്ട് പറയണ്ട. then f is continuous if and only if xn converges to x implies fxn converges to fx നോട്ട് വേണ്ട, fx എന്ന് പറയാം. ഇതൊരു പർട്ടിക്കുലർ പോയിന്റിലെ കാര്യമാണ് ഈ തിയറം. ഇനി എൻറ്റയർ സ്പേസിൽ വരുമ്പോൾ അതിങ്ങനെ റീറൈറ്റ് ചെയ്യാം. Let x and y be metric spaces and f a mapping of x into y, then f is said to be continuous if and only if
xn converges to x implies fxn converges to fx. ഇനി ഇതിലെ ഒരു നല്ല തിയറമാണ്. അതായത് മനസ്സിലാക്കാൻ വളരെ എളുപ്പവും നമുക്ക് ഡിറൈവ് ചെയ്യാനും എളുപ്പം കണ്ടാലും മനസ്സിലാകുന്ന ഒരു സംഭവം. Let x and y be metric spaces and f a mapping of x into y, then f is continuous if and only if f inverse g is open in x whenever g is open in y. X and y be metric spaces. x ഉം y metric space ആണെങ്കിൽ അവിടെയൊക്കെ ഓരോ മെട്രിക്കും കാണണം d1 and d2. ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? Then f is continuous. കണ്ടിന്യൂറ്റിയുടെ വേറൊരു കണ്ടീഷൻ കൂടെ വരികയാണ്. എഫ് കണ്ടിന്യൂസ് ആകണമെങ്കിൽ എഫ് ഇൻവേഴ്സ് ജി ഈസ് ഓപ്പൺ ഇൻ എക്സ് വെനെവർ ജി ഈസ് ഓപ്പൺ ഇൻ വൈ. എഫ് ഇൻവേഴ്സ് ജി ഈസ് ഓപ്പൺ ഇൻ എക്സ് വെനെവർ ജി ഈസ് ഓപ്പൺ ഇൻ വൈ. അതായത് ഇവിടെ നമ്മളൊരു ഓപ്പൺ സെറ്റ് എടുക്കുമ്പോൾ അതിന്റെ ഇൻവേഴ്സ് ഇമേജ് ഇവിടെ ഓപ്പൺ ആയിരിക്കണം. അതാണ് കണ്ടിന്യൂറ്റിയുടെ ഇപ്പോഴത്തെ പുതിയ ഡെഫിനേഷൻ പറഞ്ഞത്. X and y be metric spaces, then a mapping x into y is continuous even related to f inverse g is open in x whenever g is open in y. ഇതിന് ഞാനൊരു ഫിഗർ വരച്ച് കാണിക്കാം, നിങ്ങളത് വരച്ചിട്ടാണ്. Let x and y be metric spaces. We first assume that f is continuous. കണ്ടിന്യൂസ് ആണെന്ന് അസ്യൂം ചെയ്യുക. കണ്ടിന്യൂസ് ആണെന്ന് അസ്യൂം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു സംഭവം ലഭിക്കും. എഫ് ഓഫ് എസ് ഡെൽറ്റ f of s delta x is contained in s epsilon fx. Particular point അല്ല, ജനറൽ എല്ലാ പോയിന്റിലെയും കാര്യമാണ്. We first assume that f is continuous. If g is an open set in y, അപ്പോ ഇതിനെ നമുക്ക് g എന്ന് വിചാരിച്ചാലോ. ഞാൻ ഫിഗർ വരയ്ക്കുമ്പോൾ എങ്ങനെ വരുമെന്ന് അറിയില്ല. If g is an open set in y, we must show that f ഇത് f ഇങ്ങോട്ടാണെങ്കിൽ അതിന്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് തിരിഞ്ഞിങ്ങോട്ട് വരും. ഇത് f inverse. If g is an open set in y, we must show that f inverse g is open in x. സീക്വൻസ് ഇവിടെ ആവശ്യമില്ല. എഫ് എക്സ് നോട്ടൊക്കെ വേണമെന്നുള്ളത് അതും ചിലപ്പോൾ ആവശ്യമായിട്ട് വരുന്നില്ല. G is an open set in y. You have to show that f inverse G is open in x. അപ്പോ രണ്ട് കേസ് വരാം. ഇവിടെ നമ്മൾ രണ്ടാമത്തെ സ്പേസിൽ ഒരു ഓപ്പൺ സെറ്റ് എടുത്തു G. അപ്പൊ ഇതിന്റെ ഇൻവേഴ്സ് ഇമേജ് എഫ് ഇൻവേഴ്സ് ജി എന്ന് പറയുന്നത് എം ടി സെറ്റ് ആയിട്ട് വരാം. അതിന്റെ ഇൻവേഴ്സ് ഇമേജ് എം ടി ആണ്. എഫ് ഇൻവേഴ്സ് ജി is equal to empty set. അത് നമ്മൾ ഫസ്റ്റ് സെഷനിലെ ഫസ്റ്റ് തിയറം വെച്ചിട്ട് empty set is an open set as empty set is open. ഇനി അത് കഴിഞ്ഞ് f inverse g is non empty. അപ്പം f inverse g ഇവിടെ വരും. f inverse g ഇവിടെയാണെങ്കിൽ എഫ് ഇൻവേഴ്സ് ജി എന്ന് പറയുന്നത് ഇവിടെ വരും. എഫ് ഇൻവേഴ്സ് ജി ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? എഫ് ഇൻവേഴ്സ് ജി ഈസ് നോൺ എംപ്റ്റി. നോൺ എംപ്റ്റി ആണെങ്കിൽ ഇതിനകത്ത് എലമെന്റ് ഉണ്ടാകും. ലെറ്റ് എക്സ് ബിലോങ്സ് ടു എഫ് ഇൻവേഴ്സ് ജി. എക്സ് ഈസ് ആൻ എലമെന്റ് ഓഫ് എഫ് ഇൻവേഴ്സ് ജി. എക്സ് ഈസ് ആൻ എലമെന്റ് ഓഫ് എഫ് ഇൻവേഴ്സ് ജി. അങ്ങനെയാണെങ്കിൽ ഈ എക്സിന്റെ എഫ് ഇമേജ്, ഇതിന്റെ എഫ് ഇമേജ് ഇവിടെ വരും. എഫ് എക്സ് ബിലോങ്സ് ടു ജി. എഫ് എക്സ് ബിലോങ്സ് ടു ജി. ഇനി ജി ഇവിടെ ഓപ്പൺ സെറ്റ് ആണ്.
ജി ഓപ്പൺ സെറ്റ് ആണ്, ജിയിലെ ഒരു എലമെന്റ് ആണ് എഫ് എക്സ് എന്ന് പറയുന്നത്. അപ്പൊ ജി ഓപ്പൺ ആകണമെങ്കിൽ എന്താണ് കണ്ടീഷൻ? there exists an open sphere S epsilon fx centered at fx which is contained in G. Since G is open, there exists an open sphere S epsilon fx centered on fx and is contained in G. That is, S epsilon fx is contained in G. By the definition of continuity, നമ്മൾ assume ചെയ്ത് വെച്ചിരിക്കുന്നത് f is continuous. By the definition of continuity, corresponding to the open sphere S epsilon fx, ഇപ്പൊ പറഞ്ഞിരിക്കുന്ന ഈ ഓപ്പൺ സ്ഫിയറിന് കറസ്പോണ്ടിങ് ആയിട്ട് there exists an open sphere, ഇവിടെ ഒരു ഓപ്പൺ സ്ഫിയർ ഉണ്ട്, ഇവിടെ ഒരു ഓപ്പൺ സ്ഫിയർ ഉണ്ട്. S delta x centered at x such that image of this sphere f of f delta x which is contained in S epsilon fx, but S epsilon fx is contained in G. ഇനി ഇത് രണ്ടും കൂടെ വെച്ചിട്ട് ഈ രണ്ട് ഇതും കൂടെ വെച്ചിട്ട് f of S delta x is contained in G എന്ന് വരും. So S delta x is contained in f inverse G. ഇതിൽ നിന്ന് f ഇപ്പുറത്തോട്ട് വരുമ്പോൾ അത് ഇൻവേഴ്സ് ആണ്. S delta x is contained in f inverse G. അപ്പോ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടിരുന്നത് G എന്ന് പറയുന്ന ഒരു ഓപ്പൺ സെറ്റ് നമ്മൾ വൈയിൽ എടുത്തു, അതിന്റെ ഇൻവേഴ്സ് ഇമേജ് എഫ് ഇൻവേഴ്സ് G ഓപ്പൺ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്. എഫ് ഇൻവേഴ്സ് G ഓപ്പൺ ആകണമെങ്കിൽ അതിലൊരു എലമെന്റ് ഉണ്ടാവണം, അത് ഉണ്ടായി എക്സ്, അത് സെന്റർ ആക്കിയ ഒരു സ്ഫിയർ വന്നു എസ് ഡെൽറ്റ എക്സ്, അതിനെ എഫ് ഇൻവേഴ്സ് G കണ്ടെയ്ൻ ചെയ്യുന്നു എന്ന് ഇപ്പൊ കിട്ടി. അതുകൊണ്ട് എഫ് ഇൻവേഴ്സ് G ഈസ് ഓപ്പൺ. മനസ്സിലായോ? പറഞ്ഞ മനസ്സിലായി സർ. ആ ഇനി പറയണ്ടല്ലോ. ഇനി അടുത്ത അപ്പൊ ഈ ഫിഗർ ഒക്കെ ഒന്ന് വരച്ചിട്ടാല് എല്ലാം കൂടെ കുത്തി വരയ്ക്കല്ലേ, ഓരോന്നും മനസ്സിലാകുന്ന രീതിയിൽ വരച്ചു വെച്ചാൽ നല്ലതാണ് വായിക്കുമ്പോൾ. ഏറ്റവും പുറത്ത് G, അതിനകത്ത് എസ് എപ്സിലോൺ എഫ് എക്സ്, അതിനകത്ത് ഇമേജ് ഓഫ് ദി സ്ഫിയർ എഫ് ഓഫ് എസ് ഡെൽറ്റ എക്സ്, സെന്ററിലെ എഫ് എക്സ്. ഇവിടെ ഫസ്റ്റ് സ്പേസിൽ എഫ് ഇൻവേഴ്സ് ജിയും എക്സും എസ് ഡെൽറ്റ എക്സും. ഇനി അടുത്ത പാർട്ട്. സോ എഫ് ഇൻവേഴ്സ് G is open. അത് കഴിഞ്ഞു. Conversely, we now assume that f inverse G is open in X. F inverse G is open in X whenever G is open in Y. എന്ന് പറഞ്ഞാൽ അതൊരു ഈസ്റ്റേൺ സ്റ്റേറ്റ്മെന്റ് ആണ്. അത് whenever ഉപയോഗിച്ച് പറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് അത് ഇത്തിരി കൺഫ്യൂഷൻ ഉണ്ടാകും. കോൺവേഴ്സ്ലി നമ്മൾ അസ്യൂം ചെയ്യുന്ന ഇതാണ്, if G is open in Y, രണ്ടാമത്തെ സ്പേസിൽ നമ്മൾ ഒരു ഓപ്പൺ സെറ്റ് എടുത്താല് അതിന്റെ ഇൻവേഴ്സ് ഇമേജ് then f inverse G is open in X. ഇതാണ് നമ്മുടെ അസംപ്ഷൻ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ. കോൺവേഴ്സ്ലി അത് വേണമെങ്കിൽ അവിടെ കൂടെ എഴുതിയിട്ട് we now assume that f inverse G is open in X whenever G is open in Y. അതായത് ഇങ്ങനെയാണ് പറയേണ്ടത്. if G is open in Y then f inverse G is open in X. ഇതാണ് അസ്യൂം ചെയ്തിരിക്കുന്നത്. ഇനി എന്താണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്? we show that f is continuous. we show that f continuous ആണ്. എൻറ്റയർ സ്പേസിൽ കണ്ടിന്യൂസ് ആണെന്ന് കാണിക്കുന്നതിന് പകരം ഒരു പർട്ടിക്കുലർ പോയിന്റിൽ കണ്ടിന്യൂസ് ആണെന്ന് കാണിച്ചാൽ മതി. we show that f is continuous. we show that f is continuous at an arbitrary point x in X. അപ്പൊ കണ്ടിന്യൂസ് ആണെന്ന് കാണിക്കാൻ വേണ്ടി ഇപ്പൊ ഇത് നമുക്കില്ല, ഇതേ ഉള്ളൂ. if G is open in Y, f inverse G is open in X. ഇനി ഇത് പ്രൂവ് ചെയ്യാനുള്ളതാണ്. let S epsilon fx be an open sphere centered on fx. S epsilon fx be an open sphere centered on fx.
ഇതെന്ന് നോക്കി, എസ് എപ്സിലോൺ എഫ് എക്സ് ബി ആൻ ഓപ്പൺ സ്ഫിയർ സെന്റേർഡ് ഓൺ എഫ് എക്സ്. ഇനി ഏതൊരു മെട്രിക് സ്പേസ് എടുത്താലും അവിടെയൊക്കെ എല്ലാ ഓപ്പൺ സ്ഫിയറും ഓപ്പൺ സെറ്റും കൂടെ. അത് നമ്മൾ നേരത്തെ പഠിച്ചെടുക്കുക ആദ്യത്തെ സെക്ഷനിലെ. every metric space, in each metric space, in any metric space, every open sphere is an open set എന്ന് പറഞ്ഞൊരു തിയറം പഠിച്ചിട്ടുണ്ട്, തിയറം ബി. In any metric space, each open sphere is an open set. ഇപ്പം നമ്മളിവിടെ ഒരു ഓപ്പൺ സ്ഫിയർ എടുത്ത് എസ് എപ്സിലോൺ എഫ് എക്സ്, ഇത് ഓപ്പൺ സെറ്റും കൂടാണ്. ദിസ് ഓപ്പൺ സ്ഫിയർ ഈസ് ആൻ ഓപ്പൺ സെറ്റ്, സോ ഇറ്റ്സ് ഇൻവേഴ്സ് ഇമേജ്. അതുകൊണ്ട് അതിന്റെ ഇൻവേഴ്സ് ഇമേജ് അത് നമ്മുടെ അസംഷൻ ആണ്. രണ്ടാമത്തെ സ്പേസിൽ ഏതൊരു ഓപ്പൺ സെറ്റ് എടുത്താലും അതിന്റെ ഇൻവേഴ്സ് ഇമേജ് ഫസ്റ്റ് സ്പേസിൽ ഓപ്പൺ ആയിരിക്കും എന്നുള്ളത് നമ്മുടെ അസംഷൻ ആണ്. കോൺവേഴ്സ്ലി വി അസ്യൂം ദാറ്റ് എഫ് ഇൻവേഴ്സ് ജി ഈസ് ഓപ്പൺ ഇൻ എക്സ് വെനെവർ ജി ഈസ് ഓപ്പൺ ഇൻ വൈ. ഇവിടെ രണ്ടാമത്തെ സ്പേസിൽ ഇവിടെ ഏതൊരു ഓപ്പൺ സ്ഫിയർ എടുത്താലും അതിന്റെ ഇൻവേഴ്സ് ഇമേജ് ഫസ്റ്റ് സ്പേസിൽ ഓപ്പൺ ആണെന്നാണ് നമ്മുടെ അസംഷൻ. സോ എഫ് ഇൻവേഴ്സ് എസ് എപ്സിലോൺ എഫ് എക്സ് ഈസ് ആൻ ഓപ്പൺ സെറ്റ്. Then this open sphere is an open set, so its inverse image f inverse s epsilon fx is an open set. ഇവിടെ ഒരു സാധനം കൂടെ എഴുതിയാൽ ഒന്നുകൂടെ ക്ലിയർ. ഓപ്പൺ സെറ്റ് ഇൻ എഫ് എന്നൂടെ എഴുതിക്കുക, ഒന്ന് നോട്ട് ചെയ്തതാണ്. ഇൻ എഫ് ഇതിന്റെ ഇൻവേഴ്സ് ഇമേജ് ഇതാണ്. എഫ് ഇൻവേഴ്സ് എസ് എപ്സിലോൺ എഫ് എക്സ്. എഫ് ഇൻവേഴ്സ് എസ് എപ്സിലോൺ എഫ് എക്സ് ഈസ് ആൻ ഓപ്പൺ സെറ്റ്. അപ്പം ഇത് എസ് എപ്സിലോൺ എഫ് എക്സ് സെന്റർ ആക്കിയുള്ള ഓപ്പൺ സ്ഫിയർ ആണെങ്കിൽ ഈ എഫ് എക്സിന് ഒരു പ്രീ ഇമേജ് ഇവിടെ കാണാം. എക്സ് എന്ന് പറയുന്നത് ഈ എഫ് എക്സിന്റെ ഒരു പ്രീ ഇമേജ് ആണ്. എഫ് എക്സിന്റെ ഒരു പ്രീ ഇമേജ്, എക്സിന്റെ ഇമേജ് എഫ് എക്സ്, എഫ് എക്സിന്റെ പ്രീ ഇമേജ് എക്സ്. ഈ പറയുന്ന സ്ഫിയറിനകത്ത് എഫ് ഇൻവേഴ്സ് എസ് എപ്സിലോൺ എഫ് എക്സിനകത്ത് എക്സ് ഉണ്ടാവുകയും ചെയ്യും. ക്ലിയർലി എഫ് ഇൻവേഴ്സ് എസ് എപ്സിലോൺ എഫ് എക്സ് കണ്ടെയ്ൻസ് എക്സ്. നൗ എഫ് ഇൻവേഴ്സ് എസ് എപ്സിലോൺ എഫ് എക്സ് ഈസ് ആൻ ഓപ്പൺ സെറ്റ് കണ്ടെയ്നിങ് എക്സ്. അപ്പൊ ഇതൊരു ഓപ്പൺ സെറ്റ് ആവണമെങ്കിൽ, ഈ പറഞ്ഞ എഫ് ഇൻവേഴ്സ് എസ് എപ്സിലോൺ എഫ് എക്സ് ഒരു ഓപ്പൺ സെറ്റ് ആവണമെങ്കിൽ ഇതിലെ ഒരു എലമെന്റ് എടുക്കുമ്പോൾ, ഇപ്പൊ അതിലൊരു എലമെന്റ് ഉണ്ട്, എക്സ് എന്ന് പറയുന്ന ഒരു എലമെന്റ് നമുക്ക് കിട്ടി. ഇത് സെന്റർ ആക്കി ഒരു ഓപ്പൺ സ്ഫിയർ ഉണ്ടാവുകയും, അതായത് എസ് ഡെൽറ്റ എക്സ് എന്ന് പറയുന്ന ഒരു ഓപ്പൺ സ്ഫിയർ ഉണ്ടാവുകയും ആ സ്ഫിയറിനെ ഈ പറയുന്ന വലിയ സ്ഫിയർ കണ്ടെയ്ൻ ചെയ്യണം, എന്നാലേ അത് ഓപ്പൺ സെറ്റ് ആവത്തുള്ളൂ. അതായത് നമുക്ക് കിട്ടിയിരിക്കുന്നത് എക്സ് എലമെന്റ് ഓഫ് എഫ് ഇൻവേഴ്സ് എസ് എപ്സിലോൺ എഫ് എക്സ്. ഇനി ഇതൊരു ഓപ്പൺ സെറ്റ് ആയതുകൊണ്ട് there exists an open sphere S delta x centered at x which is contained in F inverse S epsilon fx. ആണ് ഞാൻ വരച്ചു വെച്ചത്. S delta x is contained in ഇവിടെ നിന്ന് ഇതിന്റെ ഇൻവേഴ്സ് മാറ്റി ഇത് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എന്ത് വരും? S delta x is contained in F inverse S epsilon fx എന്ന് പറഞ്ഞാൽ f of S delta x is contained in S epsilon fx എന്ന് വരും. ഇവിടെ ഇൻവേഴ്സ് എഴുതിയിരിക്കുന്നത്, അവിടെ നമ്മൾ ഡയറക്റ്റ് ഫംഗ്ഷൻ എഴുതുമ്പോൾ f of S delta x is contained in S epsilon fx. മനസ്സിലായോ പറഞ്ഞേ? മനസ്സിലായി സർ. അപ്പൊ ഈ എക്സ്പ്രഷൻ അവിടെ കാണുമെന്ന് ഇത് എഴുതിയ നോട്ടിനകത്ത് വായിക്കുമ്പോൾ മനസ്സിലാകാൻ വേണ്ടി നമ്മളെല്ലാം വേർഡ്സ് പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോഴാണ് കണ്ടിന്യൂറ്റി ഡെഫിനിഷൻ. ഇവിടെ നോട്ടിനകത്ത് ഇല്ലെങ്കിൽ നിങ്ങൾ അവിടെ കാണാൻ എഴുതിയിട്ടുള്ളൂ. ഞാൻ ധൃതി പിടിച്ച് എഴുതിയപ്പം അങ്ങനെയായിപ്പോയി. ഈ ബോക്സിനകത്ത് ഇട്ടേക്കണം.
ഓക്കെ സാർ. ഇനിയുള്ളത് യൂണിഫോം കണ്ടിന്യൂറ്റി, അതുമായിട്ട് ബന്ധപ്പെട്ട തിയറംസ്. അത് അടുത്ത ക്ലാസ് പറയാം അല്ലേ, അത് പെട്ടെന്ന് തീരത്തില്ല. ഒരു 2 ക്ലാസ് ഉണ്ടെങ്കിൽ ഇത് അടുത്തൊരു വലിയ തിയറവും കൂടാം. യൂണിഫോം കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞാൽ എനിക്ക് അത് കഴിഞ്ഞിപ്പോ ഒരു ക്ലാസ്സും കൂടെ ഉണ്ട്. അടുത്ത ക്ലാസ് പറയാമേ. ഓക്കെ സാർ. ഓക്കെ സാർ.